ഹലോ, അപ്പോൾ ഇന്നത്തെ ഡേ ഗോവയിലാണ്. നമ്മൾ രാവിലെ തന്നെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പ്ലേസിലോട്ട് പോകാൻ എല്ലാവരും റെഡിയായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയ പ്ലേസ് എന്ന് പറയുന്നത് അഗോഡ ലോവർ ഫോർട്ട് ബീച്ചിലായിട്ടാണ്. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഇവിടെ ചെങ്കല്ല് പോലത്തെ കല്ലുകൾ കൊണ്ടാണ് ഫുള്ള് ഉള്ളത് കേട്ടോ. കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് നമുക്ക് കയറുമ്പോഴത്തേക്കും അവിടെ നിന്നിട്ട് ഇതാ ഇങ്ങനൊരു വ്യൂ ഉണ്ട്. എനിക്ക് അവിടെ കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിതായിരുന്നു കേട്ടോ. ഇതാ ഈ ഒരു ഇടനാഴിയിലൂടെ ഇങ്ങനെ കടലൊക്കെ കണ്ടിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇവിടെ ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ബീച്ചിൽ പോയി കുറച്ച് കടലിലൊക്കെ നിന്ന ശേഷം ഞങ്ങൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് പോയി. അടുത്ത് പോയത് അപ്പർ ഫോർട്ട് അഗോഡയിലേക്കാണ്. അവിടെയും അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിൽ നമ്മളെ ഒരുപാട് തളർത്തി കളഞ്ഞു. അപ്പോൾ അവിടെ അടിപൊളി അത്യാവശ്യം നമുക്ക് കാണേണ്ട ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു. Yes, the song you know, you dig the beat, come on and show you this a party, dance, next party. Jingy jacki jacki, jingy jacki, jingy jacki jacki, jingy jacki. വീണുടഞ്ഞ താഴികക്കുടം ആരുരുക്കി മാലതീർത്തുവോ, വീണുടഞ്ഞ താഴികക്കുടം ആരുരുക്കി മാലതീർത്തുവോ, തീരങ്ങളിൽ തീർത്ത മൺകൂരയിൽ തീയൂതി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. ഞങ്ങൾ നേരെ പോയത് ചപ്പോര ഫോർട്ടിലോട്ടാണ്. ഇന്ന് പോയ 3 സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രധാനം നടക്കാനായിരുന്നു. ഒത്തിരി ദൂരം നടന്ന് കയറാനുണ്ട്. അപ്പം നടക്കാൻ ക്ഷമയുള്ളവർക്ക് ഈ സ്ഥലത്തേക്ക് പോവാം. പിന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ട് അറിയത്തില്ല. കോടമഞ്ഞും കോടിയഴിഞ്ഞു, താഴ്വരകൾ രാവിലുണർന്നു. കോടമഞ്ഞും കോടിയഴിഞ്ഞു, താഴ്വരകൾ രാവിലുണർന്നു. അഞ്ജന ബീച്ച്. നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് ബീച്ചിലേക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് കൂടുതലും പർച്ചേസാണ് കേട്ടുള്ളത്. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഈ 4 ബോക്സിന് 200 റുപ്പീസാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും ട്രാവൽ തുടങ്ങി. നമ്മൾ നൈറ്റ് ഫുഡ് നമുക്ക് മന്തിയായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് ബാഗ ബീച്ചിലായിരുന്നു. നമ്മളവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഈ കാണുന്ന ചർച്ച നടക്കുന്ന വേറൊന്നുമല്ല, നമുക്കവിടെ ഒരു DJ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഗേൾസ് കൂടുതലായതുകൊണ്ടും നമ്മൾ വേറെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ച് നമ്മൾ അവിടുത്തെ DJ ഒഴിവാക്കി. പകരം നമുക്ക് വേറൊരു ദിവസം DJ തരാമെന്ന് അവർ പറഞ്ഞു. പാക്കേജ് റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാഗ ബീച്ചിൽ ഈ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ഹോട്ടൽസിൻ്റെ മുമ്പിൽ അവർ ചെയറൊക്കെ ഇട്ട് ഇരിക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ കടലിലേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലെത്തി. അപ്പോൾ നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല, അത്യാവശ്യം വിശപ്പുള്ളതുകൊണ്ട് കയ്യിൽ സ്നാക്സൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഈ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഉറങ്ങാനായിട്ട് പോയി. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.